പ്രിയ DCL കൂട്ടുകാരെ, മനസ്സ് നിറയെ മറ്റുള്ളവർക്കായി പകർന്നു നൽകാൻ സ്നേഹം മാത്രം നിറച്ച യാത്ര തുടങ്ങിയതായിരുന്നു സിസ്റ്റർ ഹെയ്സ്ലെറ്റ് HCC എന്ന അധ്യാപികയായ സന്യാസിനി. എന്നാൽ ഡ്രൈവർ സ്വിച്ചിട്ട് അടയ്ക്കേണ്ട ബസ്സിൻ്റെ ഓട്ടോമാറ്റിക്കൽ വാതിൽ അടയ്ക്കാതെ വേഗത്തിൽ മുൻപോട്ട് പോയ ബസ്സിൽ നിന്നും സിസ്റ്റർ റോഡിലേക്ക് തെറിച്ചു വീണു. ഗുരുതര പരിക്കുകളെ അതിജീവിക്കാനാകാതെ നമ്മളോട് വിട പറഞ്ഞു. കോതമംഗലം കോഴിപ്പള്ളിയിൽ വെച്ചുണ്ടായ അപകടത്തിലാണ് ഇക്കഴിഞ്ഞ വർഷം ഉണ്ണിക്കൽ എറ്റിഫവർ ഹൈസ്കൂളിൽ നിന്ന് വിരമിച്ച നിരവധി മേഖലകളിൽ സജീവ ശുശ്രൂഷ ചെയ്തു വന്ന നല്ല അധ്യാപിക സിസ്റ്റർ ഇന്നലെ ജീവൻ നഷ്ടമായത്. കാഞ്ഞിരപ്പള്ളി സെൻറ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിലെ അധ്യാപിക സമൂഹത്തിൻ്റെ പ്രസരിപ്പായിരുന്നു. ഏവർക്കും പ്രിയങ്കരിയായിരുന്നു. സ്വപ്ന രാജേഷ് ടീച്ചർ, പ്രീതി ടീച്ചർ, സിയയുടെ ക്ലാസ് ടീച്ചറും സ്റ്റാഫ് സെക്രട്ടറിയും സഹ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും മാനേജ്മെൻറ്റിൻ്റെയും അഭിമാനവും ആഹ്ലാദവുമായിരുന്നു. സ്വപ്ന ഇന്നലെ 1/7/2026 നന്നായി പഠിപ്പിച്ചു. എല്ലാവരെയും സന്തോഷിപ്പിച്ച വീട്ടിലേക്ക് പോയതാണ് പതിവ് പോലെ. ഇന്നലെ രാവിലെ സ്കൂളെത്തുമെന്ന് പ്രതീക്ഷയിലാണ് പ്രിയ ടീച്ചർ പോയത്. എന്നാൽ വീട്ടിൽ വെച്ച് പെട്ടെന്ന് ഹൃദയാഘാതം ഉണ്ടാവുകയും ജീവൻ നഷ്ടമാവുകയും ചെയ്തു. പ്രിയ കൂട്ടുകാരെ, 2 ഗുരുശ്രേഷ്ഠ അപ്രത്യക്ഷമായി വിദ്യാർത്ഥി ലോകത്തിൽ നിന്നും യാത്ര പറഞ്ഞു. ഹെയ്സി സിസ്റ്ററിൻ്റെ, സ്വപ്ന ടീച്ചറിൻ്റെയും വിദ്യാർത്ഥികൾ മൃതദേഹ പേടകത്തിനരികിലൂടെ പിങ്ങിക്കഴിഞ്ഞ് നീങ്ങുന്നത് കണ്ടു. വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്താണ്? ഫുൾ A+ വാങ്ങുന്നത് ഒന്നല്ല, താൻ ബഹുമാനിക്കുന്ന അധ്യാപകരുടെ പ്രീതിയും വാത്സല്യവും തന്നോടൊപ്പമുണ്ടെന്ന് എന്ന് ഓരോ വിദ്യാർത്ഥിയുടെയും ആത്മവിശ്വാസവും ഉള്ളിലെ അർത്ഥവും സത്യസന്ധതയും ഉണ്ടായാൽ മതി. അധ്യാപകരോട് എത്രമാത്രം അടുപ്പമാകാം? അമ്മയോളം അച്ഛനോളം എന്ന ഉത്തരമുള്ളൂ. നമ്മുടെ ഭാരത ദർശനത്തിൻ്റെ മാതാപിതാവും ഗുരുവും ദൈവവും എന്നാണല്ലോ. ഗുരു, ദൈവവും ബാവ എന്നത് കൃപ വിദ്യാർത്ഥി വർഷത്തിലേക്ക് ഉള്ളിൽ വെളിച്ചമാകുന്നു. ഗുരുവിനെ മാത്രമേ കഴിയുകയുള്ളൂ. നമ്മുടെ എല്ലാ അധ്യാപകരും നമുക്ക് അങ്ങേയറ്റം ആദരിക്കാം. ഒട്ടും ബാക്കി വരരുത്. അവരെ അമ്മയെപ്പോലെയും സ്നേഹിക്കണം. അവരുടെ ഹൃദയം തുറന്ന് സംസാരിക്കുകയും മറ്റുള്ളവരിലേക്ക് മാറ്റിവെക്കരുത്. പിന്നീട് അവസരം കിട്ടിയെന്ന് വരില്ല. സ്വപ്ന ടീച്ചറും KC സിസ്റ്ററിനോടും പിന്നീട് പറയാനായി അവരുടെ വലിയ പല വിഷയങ്ങളും പല വിദ്യാർത്ഥികളും മാറ്റിവെച്ചത് അവരോടുള്ള ബാക്കിയുള്ളവയാണ്. നമുക്ക് ഇന്ന് തന്നെ സ്നേഹാദരവുകളോടെ പൂഞ്ചിരിയും പൂച്ചെണ്ടുകളും നൽകി നമ്മുടെ അധ്യാപകരുടെ മനസ്സിൽ ശിഷ്യവസനം തീർക്കാം. അമ്മയോളം എടുക്കാം, അനുഗ്രഹത്തിരാകാം. ആശംസകളോടെ സ്വന്തം കൊച്ചേട്ടൻ.